വേറെ കാര്യം കേൾക്കണം നിങ്ങൾക്ക്. ഇക്കാന്നാ വിളിച്ച. ആ മൂത്ത് നരച്ച് കുമ്പളങ്ങ ഈ നായി ആ 25 വയസ്സിലെ ചെറുക്കനെ ഇക്കാന്നാ വിളിച്ച. ആഷിബൻ എന്താ വിളിച്ചാന്ന് അറിയോ? മോൾ ഹുസൈൻ. ഇങ്ങനെ മോള് പെണ്ണാണോ? ജാസി, ഇപ്പൊ എന്റെ കാര്യത്തിൽ എന്റെ ജെൻഡർ ഞാൻ തുടക്കം തൊട്ടേ പെണ്ണാണെന്നുള്ള ഐഡന്റിറ്റി തന്നെയാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. പക്ഷെ ജാസി അത് മോള് പറയുന്നതല്ലേ? ഇപ്പൊ മോള് എന്നോട് ചോദിച്ചതേ ക്വസ്റ്റ്യൻസ് മോള് പറയുന്നതാണ് ഞാൻ പെണ്ണാണെന്നുള്ളത്. തെളിവ് എന്താ ഉള്ളത്? പൊന്നാര ചങ്ങന്മാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. ഒരു പെണ്ണായി ജനിച്ച് പെണ്ണായി വളർന്ന് ആണായ ഒരുത്തനെ കല്യാണം കഴിച്ച് അദ്ദേഹത്തിന്റെ ഒരു കുട്ടിനെയും പ്രസവിച്ച ഒരു അമ്മയായ ഒരു പെൺകുട്ടിനോട് ചോദിക്കുകയാണ്, മോള് പെണ്ണാണോ? ഇവനൊക്കെ എവിടെ തല്ലും? നാണോ മാനോ സൊമ്പുളിന്റെ നായിക്ക് ഒരു പെൺകുട്ടിന്റെ മൂത്ത് നോക്കി ചോദിച്ചാൽ മതി. ഒരു കുട്ടീനെ പ്രസവിച്ച ഒരു അമ്മനോടാ ചോദിക്കണേ മോള് പെണ്ണാണോ? ഇപ്പൊ ഇതിലും വലിയ തെളിവ് എന്താ അവന് വേണ്ടത്? ഓനീ മാടി കാണിച്ചു കൊടുക്കണ മാതിരി എല്ലാവർക്കും മാടി കാണിച്ചു കൊടുക്കുന്നു അവന്റെ വിചാരം. ഇവൻ പറഞ്ഞില്ലേ ആണാണ് ഇപ്പം എന്റെ കോഴിത്തര എപ്പോഴും വിട്ടിട്ടില്ല, ഞാൻ അഥവാ മാടി കാണിച്ചു കൊടുത്താലോ എന്നില്ല ഇതിലേക്കാരം. ഇങ്ങനെ ഒരു നാടനായില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചോക്കാണ് ഇവന്റെ ഒരു അവസ്ഥ. ഇവൻ പണ്ട് ഇവനും ആശയും പിന്നെ തിക്ക് ഫ്രണ്ട്സ് ചെയ്യുന്നു, ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ചെയ്യുന്നു ഇവർ രണ്ടാളും. എന്നിട്ട് അങ്ങനെ പോവുന്നു, ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് മറ്റേ ഓൺലൈനിലൊക്കെ വന്നിരുന്നത്, ചാനലിലൊക്കെ കാണിച്ചിരുന്നത്. ഇവരുടെ സൗഹൃദം ഭയങ്കരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മീഡിയ വണ്ണോ ഏതൊരു ചാനലിലൊക്കെ കാണിച്ചിരുന്നു. എന്നിട്ട് ഇപ്പൊ ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ ഉറങ്ങി നീച്ചുകാണ്ട് ഇവൻ പോയിങ്ങാണ്ട് കുറെ സാരിയും ചുരിദാറൊക്കെ വാങ്ങിക്കൊടുക്കാണ്ട് ആശയെ ഇന്ന് മുതൽ ഞാൻ പെണ്ണാണ് എന്ന് പറഞ്ഞപ്പോൾ ആശി പെട്ടു. ഇവനിട്ട് പോരാനും പറ്റൂല, ഈ നായി ഇങ്ങനെ കാട്ടുന്നു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് ഇപ്പൊ ഹസ്ബൻഡായിട്ട് നടക്കുക. ഇപ്പൊ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് 1-2 കൊല്ലമായി, കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടു. വല്ലാത്തൊരു കഥ അല്ലേ ഇവന്റെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. വേറെ കാര്യം കേൾക്കണം നിങ്ങൾക്ക്. ഇക്കാന്നാ വിളിച്ച. ആ മൂത്ത് നരച്ച് കുമ്പളങ്ങ ഈ നായി ആ 25 വയസ്സിലെ ചെറുക്കനെ ഇക്കാന്നാ വിളിച്ച. ആഷിബൻ എന്താ വിളിച്ചാന്ന് അറിയോ? മോൾ ഹുസൈൻ. ഇങ്ങനെ ഇരിക്കും മോൾ ഹുസൈൻ. എവിടെ ഈ നായ്ക്കളെ തല്ലല്ലേ? എന്നിട്ട് ഇപ്പം പറഞ്ഞ കേട്ടോ നിങ്ങള്, ഞാൻ എല്ലാവർക്കും ഉള്ള സംശയമാണ് ആ ലേഡി ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞ കേട്ടോ ഞാൻ ട്രാൻസ് ആണ്. ഓക്കെ, ഇത് ട്രാൻസ് ആണ്, സമ്മതിച്ചു. ഇത് കഴിഞ്ഞിട്ടൊരു കാര്യമുണ്ട്, വേറെ വീഡിയോയിലും പറയണമെന്ന് കേൾക്കണം. അതൊന്ന് കണ്ടോ കാണി. ഞാൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നതാണ്. ഇപ്പൊ എന്നോട് ഇപ്പൊ മോൾ ചോദിച്ച ക്വസ്റ്റ്യൻസിന് ഞാൻ സ്ട്രേറ്റ് ആയിട്ട് ഉത്തരം പറയാം, ഞാൻ ട്രാൻസ് ആണ്. അത് ഓൾറെഡി ഇനിയിപ്പോ ട്രാൻസ് ആണ്. ഇനിയിപ്പോ ഈ വീഡിയോ ഒന്ന് കണ്ടു. ഞാൻ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തിയല്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, എന്റെ ഇഷ്ടത്തിന് ഞാൻ എന്റെ എന്റെ കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. ഞാൻ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലും ഉള്ള വ്യക്തിയല്ല, ഒരു കമ്മ്യൂണിറ്റിയിലും പെട്ട ആളല്ല. എന്നോട് എന്തോ ഭയങ്കര വ്യക്തി വൈരാഗ്യം അത് ഞാൻ കാണുന്നത് ഓരോ കമന്റ് ബോക്സിലാണ്. ഇതൊക്കെ ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? ഇവരൊന്നും ഞാൻ കേട്ടില്ലേ? ഓനൊരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലും പെട്ട വ്യക്തിയല്ല, ഓനൊരു കമ്മ്യൂണിറ്റി ഇല്ല, ഒന്നും അല്ല, ഓൻ ട്രാൻസും അല്ല. കുറച്ച് നേരത്തെ മുന്നത്തെ വീഡിയോയിൽ എന്താ പറഞ്ഞത്? ഞാൻ ക്യാൻഷാണ്, എനിക്ക് മാടി കാണിച്ചു കൊടുക്കാൻ പറ്റൂല, ഈ മാടി കാണിച്ച് തരണ്ട, അവിടെ എന്താ ഇല്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് പോയത് ഓർമ്മയില്ല ഞങ്ങൾക്ക് നോമ്പിന് സമരം ചെയ്യാൻ, മറ്റേ ട്രാൻസ്ജെൻഡർ ബില്ലിനെതിരെ സമരം ചെയ്യാൻ പോയില്ല. അവിടുത്തെ കോമഡി അറിഞ്ഞ ഞങ്ങൾ അവിടെ നോക്കി വിട്ടുപോകണം. ട്രാൻസ്ജെൻഡർ പെട്ട കുറേ സഹോദരിമാരൊക്കെ പാടെ ആക്കി വിട്ടുപോകണം. ഇതെന്താ ഇവിടെ വെച്ചു പോകണം. അവിടുന്ന് സംഭവം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ട് കേട്ടോ. ഇവനെ മൂത്രയ്ക്കാൻ മുട്ടിയപ്പോൾ ഏതൊരു മരത്തിൻ്റെ പോയി കണ്ട് നിന്ന് മൂത്രയിച്ചത്ര. അപ്പോൾ അത് അവിടുത്തെ ട്രാൻസ്ജെൻഡറൊക്കെ കണ്ടു, സംഗതി പൊളിഞ്ഞില്ലേ? ഏതെങ്കിലും പെണ്ണ് നിന്ന് മൂത്രയിക്കുമോ? അവിടുന്ന് ആട്ടി വിട്ടുപോകണം. ഇതിപ്പോ പറയുന്നത് കേട്ടോ ട്രാൻസ് അല്ല എന്ന് പറഞ്ഞില്ല, ഇപ്പൊ ഇതിൽ പറയുന്നത് കേട്ടോ. കഴിഞ്ഞ ഒരു 10 ദിവസം മുന്നത്തെ സംഭവം കണ്ടു. പിന്നെ അത് മാത്രമല്ല, ഇന്ന് ഇപ്പൊ ഈ നോമ്പ് നോക്കി നമ്മൾ ഇത്രയും ദൂരം വന്ന് ഈ ഒരു വെയിലത്ത് നിന്ന് ഇതിനു വേണ്ടി ശബ്ദം ഉയർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഒരു പ്രോബ്ലം നമ്മളിലേക്ക് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു ട്രാൻസ് ആയിട്ടുള്ള വ്യക്തിയിലേക്ക് ഉണ്ടാക്കും, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാക്കും എന്നുള്ളൊരു ഇത് ജനങ്ങളെ കൂടെ എത്തിക്കണം നമുക്ക്. കാരണം അത്രയും ബുദ്ധിമുട്ടാവും പിന്നെ നമ്മുടെ ഓരോരുത്തർക്കും അത്. അപ്പോൾ അത് ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ട്രാൻസ് ആയാൽ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇനി ഭാവിയിൽ വരുന്ന ട്രാൻസിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മൾ ഇത്ര കാലം നേടിയെടുത്ത വിസിബിലിറ്റി, നമ്മൾ നേടിയെടുത്ത അവകാശങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് ആ ഒരു നമ്മളെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യണം. ഇപ്പൊ ബെനല്ല പറഞ്ഞു ഓനൊരു കമ്മ്യൂണിറ്റിയിലും ഇല്ല, ഓൻ ട്രാൻസ് അല്ല, ഒരു തേങ്ങയല്ല. അല്ല എന്തിനാ അവിടെ പോയി സമരം ചെയ്യണോ? ട്രാൻസ് ചെയ്യുന്നത് ഓക്കെ, ആ ബില്ല് വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന് നല്ലോണം ബാധിക്കും, സംഭവം ശരിയാണ്. എന്ത് തേങ്ങൊക്കെ അവിടെ പോയിക്കണം, എള്ളം ഉണങ്ങണ എണ്ണക്കാണ്. ഇപ്പൊ എന്തിനാ ഉണങ്ങണോ? വല്ലാത്തിരുന്നായില്ലേ? ഇതിനൊക്കെ പിന്നാലെ നടക്കാൻ 2 തല പോയ തെങ്ങുണ്ട്, പിന്നെ ആശയുണ്ട്. ആശിന്റെ ഒക്കെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കണം. ആ പെറ്റമ്മാന്റെ കണ്ണീരിന് ഒരു തുള്ളി വിലവും കൊടുക്കുന്നുണ്ടോ? ആ ഉമ്മ ഇന്റർവ്യൂവിൽ വന്ന് കരഞ്ഞ് പറഞ്ഞ് എന്താല്ലേ, സ്വന്തം മാതാവിനെ സ്നേഹിക്കണ ഒരു മകന് അല്ലെങ്കിൽ ഒരു മകൾക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്ന കാര്യമാണോ അത്? എന്താ ഇതിന് മാത്രം ഈ കുണ്ടന്റെ അടുത്തില്ലെന്ന് എനിക്കറിയില്ല. ഇത് ചങ്ങായി മൂത്ത് നരച്ച് കുമ്പളം കഴിക്കണേ. ഒരു കുക്കറിലിട്ട് ഒരു 30 വിസിലടിച്ചാലും വേവൂല, അത്രക്ക് മൂപ്പുണ്ട് ഈ ചങ്ങായിക്ക്. വല്ലാത്തൊരു കഥ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം മനുഷ്യന്മാരെ ഓരോ അവസ്ഥകൾ. ശരി എന്നാ കാണാം.